Good afternoon to all. Good afternoon, ma'am. എന്താണ് ഒരു ഉഷാറില്ലല്ലോ? Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Miss. ഇനി കുറച്ചധികം നിങ്ങൾ എന്നെ കാണേണ്ടി വരും കേട്ടോ. കാണില്ല, സഹിക്കേണ്ടി വരും കേട്ടല്ലോ. കുറച്ച് നാളെ കണ്ടില്ലല്ലോ, അപ്പൊ നിങ്ങള് അടുപ്പിച്ച് കാണേണ്ടി കണ്ടിന്യൂസ്ലി ഞാൻ തന്നെയായിരിക്കും. കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എടുക്കും. മാം ഞങ്ങളെ സഹിക്കുന്നില്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അത് സത്യം, നിങ്ങളെ ശരിക്കും ഞാൻ സഹിക്കുന്നുണ്ട്, സത്യം മാത്രം. എന്താ അതെ, സത്യമാണ്, സത്യം. ഒരേറെ എറിഞ്ഞു നോക്കിയതാ, അത് കൊണ്ടു. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. നിങ്ങളെ കഴിച്ചോ? ലഞ്ച് കഴിച്ചോ? നോമ്പൊക്കെ കഴിഞ്ഞല്ലോ അല്ലെ? എന്താണ് ഉഷാറില്ലല്ലോ, എന്ത് പറ്റി? ചൂട് കാരണം ഒന്നും വേണ്ട മാം, ഭയങ്കര ചൂടാണ്. ബോഡി കൂളാക്കാനാണ് ഫുഡ് കഴിക്കാം, അതേ ഉള്ളു മാറുന്നത്, വേറെ വഴിയൊന്നുമില്ല കേട്ടോ. അതൊക്കെ അറിയാലോ. ഉഷാറുണ്ട്, എനിക്ക് മനസ്സിലായി. പിന്നെന്താ, ഇതിലൊക്കെ സംസാരിക്കോ? ക്ലാസ്സിലൊക്കെ ചൂട് ചൂടും സംസാരിക്കുന്നതും തമ്മിൽ എന്താ ബന്ധം എന്ന് പറയൂ? മിസ് ഇരിക്കുന്നിടത്ത് എ സി ഉണ്ടോ? ഇതോ മിസ് ഇരിക്കുന്നിടത്ത് എ സി ഉണ്ടോ? അതാ മിസ് ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മിസ് കോട്ട് ഊരിട്ടിരിക്കുന്നല്ലേ ഡെയിലി. കൊടുത്തു അങ്ങനെ പറഞ്ഞോളൂ. മിണ്ടരുത്, എന്റെ കോട്ട കഴിഞ്ഞു. അതെ, കോട്ടക്കൈൻ എന്നെ കൂടിയതാ ചൂട് അറിയില്ല. മൊത്തത്തിലൊരു ക്ഷീണം. എന്താണ് അങ്ങനെ ക്ഷീണം പാടില്ല, നമ്മള് മൈൻഡിനാണ്. മൈൻഡൊക്കെ ഓക്കെ ആക്കും. ഇവിടെ ഞാൻ കാലിന് പോലും വയ്യാതെ ഞാൻ ക്ലാസ് എടുക്കുന്നു, അപ്പോഴാണ് ക്ഷീണം. കാല് വളയ്ക്കാൻ പോലും പറ്റുന്നില്ല. അയ്യോ, എന്ത് പറ്റി മിസ്? വീണോ? എന്തോ വീണോ? വീണു പറഞ്ഞില്ലേ അപ്പൊ ഞാനത്? പറഞ്ഞല്ലോ. ആണോ? ഞാൻ അറിഞ്ഞില്ല തോന്നുന്നു. പിന്നെയും ഒന്നും കൂടി പറഞ്ഞു. ഇല്ല, എനിക്ക് വയ്യ. ഇന്നലെ അത് 2-3 പ്രാവശ്യം ഞാൻ കഥ പറഞ്ഞു. എനിക്ക് പറയില്ല, പറ്റുമെങ്കിൽ കേട്ടാ മതി. ഒരാഴ്ചക്ക് പറയുകൂടി. പിന്നെന്താ, പിന്നൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ, പതുക്കെ പോകുന്നുള്ളൂ. എനിക്ക് ഈ ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ വേറെ ചാപ്റ്റേഴ്സ് ഒക്കെ എടുക്കേണ്ടി വരും. മനസ്സിലായോ? എന്റെ പോർഷൻ തീർന്നല്ലോ. നേരത്തെ ടീച്ചേഴ്സിന്റെ പോർഷനൊക്കെ എടുക്കേണ്ടി വരും. അതൊക്കെ പതുക്കി പോവാനേ. എന്ത് ചെയ്യണം? സ്പീഡിൽ പോകണം, പതുക്കി പോകണം. എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാം അല്ലേ? ഇതെന്താ മിണ്ടാതെ? ഷാനി ഒന്നില്ലേ ക്ലാസ്സില്? ആയില്ലേ? ആരില്ലേ ക്ലാസ്സിലായി? മാം എടുത്ത മാം, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് മാമിന്റെ ക്ലാസ്ക്കാക. അങ്ങനെ നിനക്ക് ബോറടിക്കുന്നപ്പോ ഞാൻ ക്ലാസ് എടുക്കണം അല്ലേ? അങ്ങനെയല്ല മാം, ഇപ്പൊ തുടങ്ങാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. സംസാരിക്കാനാണെങ്കിൽ അങ്ങ് തുടങ്ങിയേനെ. ഇപ്പൊ ക്ലാസ് എടുക്കാന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാരും സൈലന്റ് ആയിക്കണ്. മാം ഏതെങ്കിലും ഒരു ടോപ്പിക് ഇട്ട് നോക്കിയാ ചാര പറയും ഇപ്പൊ. വേണ്ട, 2 മണി വരെ 3 മണി വരെ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ മണി സംസാരിക്കാം. ക്ലാസ് എടുക്കട്ടെ, കുറച്ചും കൂടി എടുക്കട്ടെ. വളരെ ദോഷമാണ്, അറിയാതെ. അതുകൊണ്ടാണ് ഞങ്ങള് മിണ്ടാതിരിക്കണം മാം, ക്ലാസ്സിലേക്ക് വന്നതുകൊണ്ട്. മിസ്സേ, ഞങ്ങൾ ഇന്നെങ്കിലും മിസ് ക്ലാസ് എടുത്തോട്ടെന്ന് കരുതിയാണ് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത്. അതുകൊണ്ടാ ഞങ്ങൾ നമുക്ക് തുടങ്ങാം, നമുക്ക് സംസാരിക്കാം. പക്ഷെ നമ്മൾ സംസാരിച്ച അതിന്റെ പോർഷൻ തീരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മള് അത് ശ്രദ്ധിച്ചു, അത് മിസ് നല്ല കണക്ക് പറ്റി. അത് മിസ് നൈസായിട്ട് അതും കൊണ്ടുപോകുന്നുണ്ട്. വല്ലാത്തൊരു കഴിവാണല്ലോ എന്റെ. എനിക്ക് വയ്യ. ഞങ്ങളെല്ലാം കൂടെ അപ്പൊ പിന്നെ നടക്കുമല്ലോ. മിസ് തന്നെ ഒരു സംഭവല്ലേ. തുടങ്ങാൻ പോവാണ് കേട്ടോ. അല്ല, നിങ്ങളാണ് ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? നിങ്ങളൊരു സൂപ്പർ അല്ലേ?
മൾട്ടി ടാലന്റ് നിങ്ങൾക്ക് ഭയങ്കര നല്ല പിള്ളേരല്ലേ നിങ്ങളെല്ലാവരും അല്ലെ? പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്റെ പോർഷൻസ് വേഗം തീരുന്നത്. പോരെ എത്ര ഓക്കെ ഇല്ലേ? ഈക്വൽ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ തന്നെ. സുഖിച്ചു. കുറച്ചെങ്കിലും വേണം. ഇങ്ങോട്ട് എപ്പോഴും ഇങ്ങോട്ടാണ്. അത് ഓളയായി പോയി അല്ലെങ്കിൽ ഉണ്ടല്ലോ. ഓടിക്കും മിസ്. എന്തോ അല്ലെങ്കിൽ മിസ് ഓടിക്കും അറിയാം. ഇത് തന്നെ നമ്മള് ടീച്ചർ ആയി പോയില്ലേ? കോഴ്സ് കംപ്ലീറ്റ് ആയ ടീച്ചർ അങ്ങനൊരു റിലേഷൻ ഒന്നും വേണ്ട ആവശ്യമില്ല. ഫ്രണ്ട്ഷിപ്പാണ് കുറച്ച് ബെറ്റർ അല്ലെ? ഇപ്പോഴങ്ങനെയൊക്കെ തന്നെയാണല്ലേ? ശരിക്കും നിങ്ങൾ ടീച്ചറെ കാണുന്നുണ്ടോ? സത്യം പറയണം. എനിക്ക് തോന്നുന്നില്ല. എനിക്കും പ്രത്യേകിച്ച് നിങ്ങൾ സ്റ്റുഡന്റ് ആണെന്ന് തോന്നുന്നില്ല കേട്ടോ. നോന്നൊക്കെ കൊള്ളാം. ഒരു ചോദ്യം ചോദിച്ചപ്പോ അത് എസ് എന്തെങ്കിലും പറഞ്ഞൂടെ? മിസ് തന്നെയാണ് മിസ്സേ. പക്ഷെ ഞങ്ങളിപ്പോ മിസ്സിനെ മിസ്സായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ മിണ്ടാതെ ഇരിക്കും, മിസ് ക്ലാസ് എടുത്ത് പോകും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ മിസ് ഞങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് മിസ്സും ആണ്, എന്തും നമുക്ക് പറയാനുള്ള ഒരാളുമാണ്. നല്ല മിസ്. എന്നെ ഒന്നും പറയാനില്ലേ? നമിച്ചു മിസ് നമിച്ചു. ഒന്നും പറയുന്നില്ല. എന്ത് പറയാനാ? ടീച്ചർ ആൻഡ് ഫ്രണ്ട്. ഓക്കെ നിങ്ങളൊക്കെ നേരിട്ട് എന്തോ നമിച്ചുല്ലേ? നമിച്ചു. നേരിട്ട് കാണട്ടെ, നേരിട്ട് സംസാരിക്കാൻ പാടില്ല. ഇത് പിന്നെ റെക്കോർഡർ ആണല്ലോ. നേരിട്ട് പറയാം, കുറെ പറയാനുണ്ടല്ലോ. നേരിട്ട് കാണണം. നിങ്ങളുടെ എനിക്ക് തോന്നുന്നു ബാച്ച് കംപ്ലീറ്റ് ആവുന്ന മെയിലായിരിക്കുമല്ലോ. ഏപ്രില് ഈ മന്ത് 22 ആണെങ്കിൽ ഏപ്രിൽ ലാസ്റ്റോട് കൂടി മിക്കവാറും നിങ്ങൾ കഴിഞ്ഞു. ഷോ മിസ് ചെയ്യുമല്ലോ നിങ്ങൾ ശരിക്കും. ഇല്ലേ? ഞാൻ മിസ് ചെയ്യുമോ? ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ മിസ് ഞങ്ങൾക്ക് എന്താ തരിക? ഞങ്ങളെ മിസ്സിനെ മിസ് ചെയ്യും. ഒരുപാട് മിസ് ചെയ്യുന്ന മിസ്സിനെ ആയിരിക്കും. എന്ത് വേണം അങ്ങനെ ചോദിക്കൊന്നുമില്ല. സ്നേഹം മാത്രം. ഞാൻ പറഞ്ഞല്ലോ, സ്നേഹം മാത്രമേ ഉള്ളൂ എന്റെ ഒന്നുമില്ല. എത്ര പിള്ളേരുടെ ക്ലാസ്സിൽ 30 പിള്ളേരൊക്കെ ഞാൻ എന്ത് തന്നെ നടക്കൂല. സ്നേഹം, ഒള്ളി സ്നേഹം. ഒള്ളി ഇത്രേ ഉള്ളൂ. ഇത്രയും ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരുപാട് വിളക്കേണ്ടി വരും. സൈലന്റ് സൗണ്ട് ക്ലിയർ അല്ല. ഇത്രയും പേർക്ക് ഗിഫ്റ്റ് കൊടുക്കണം. സാർ എവിടെ പോവും? മിസ് എവിടെ പോവും? ഓ ശരിയാ. ഇതൊക്കെ മനസ്സിലാക്കി കൂടെ നിങ്ങൾക്ക്? അതന്നെ. കുറച്ച് മിഠായി വാങ്ങിയേക്കാം. ഓക്കെ, നമ്മൾ പാക്കറ്റ് 30-40 ഒക്കെ ഉണ്ടാവും. ലഡു മതി. ആ കോട്ടയംകട ലഡു ഞാൻ ചെറിയ ഐറ്റം മതി. ചെറിയ ഐറ്റം ആലോചിക്കാൻ ഞാൻ. ജിലേബി നെക്സ്റ്റ് പോരട്ടെ. ഇനി ഇതെല്ലാം പെട്ടിയായിട്ട് വരാം. എന്നിട്ട് ഇവിടെ എല്ലാ ടീച്ചേഴ്സ് എനിക്ക് എന്നെ ചീത്ത പറയാം. ഇത് പറയുമ്പോൾ ബാച്ചിലൊക്കെ ഞാനൊന്നും കൊടുത്തിട്ടേ ഇല്ല. ഇതൊക്കെ വേണം എനിക്ക്. ആ ചീത്തപ്പേരോട് മിസ് ഇങ്ങോട്ട് തരുന്ന സ്നേഹത്തിന് ഞങ്ങൾ തിരിച്ചു തരുന്നതല്ലേ? മിക്സ് വാങ്ങിപ്പോന്നു. അതെല്ലാം വാങ്ങാൻ ഞാൻ എല്ലാം വാങ്ങി തരാട്ടാ. വാ നിങ്ങൾ വരും. എന്നാ വരാം. മെയ് ആയിരിക്കോട്ടെ മിക്കവാറും. തോന്നുന്നില്ല. എന്നാലും അടുത്ത മാസം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാ 23 പോകും. പാസ് ഔട്ടായി പോലോ. സന്തോഷമുള്ളൂ. മെയിൽ എക്സാം ഉണ്ടാവാ? ഏപ്രിൽ ലാസ്റ്റ് മെയിലായിട്ടുള്ള എക്സാം. ഏപ്രിൽ ലാസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മെയിലുണ്ടാവും എക്സാം. വേറെ എവിടെയെങ്കിലും പോയിട്ട് എക്സ്ചേഞ്ച് ആണ്. അതെ, ഇത്രയും പിള്ളേരെ കൊണ്ട് ഞാൻ പോവാം വേറെ എവിടെയെങ്കിലും അല്ലെ? കൊള്ളാട്ടോ. വാട്ട് ആൻ ഐഡിയ. എന്റെ കൊണ്ടോ എന്താ പറയാ, നല്ല ഐഡിയ. പിന്നെ സൂപ്പർ ഐഡിയ അല്ലേ? സൂപ്പർ അല്ലേ? ക്രിയേറ്റീവായ ഐഡിയാസ് മാത്രമേ കയ്യിലുള്ളൂ. ഞാൻ വെയിറ്റിംഗ് ആണ്. നിങ്ങളത് കാണണം. കോൺവെക്കേഷൻ ആണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് പ്ലാനിങ്, എന്തൊക്കെയാണെന്ന് അറിയണ്ടേ എനിക്ക്. അത് വരാൻ പറ്റിയ ഭാഗ്യമല്ലേ. ഒരുപാട് ആഗ്രഹിക്കുമ്പോ മിസ് ഇന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടാവില്ലേ? ഇതൊക്കെ ഓർമ്മിക്കുന്നത്.
ഇടയ്ക്ക് എനിക്ക് ചുമ വരും, അവിടെ ക്യാമറ ഓഫ് ചെയ്യും. മിസ് അവിടെ പോയി എന്ന് ചോദിക്കരുത്. കുറെ വായിക്കുമ്പോൾ ചിലപ്പോൾ ചുമ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എവിടെ പോയി എന്നുള്ള ചോദ്യം ഇല്ല, നിരോധിച്ചിരിക്കുന്നു. ഡോക്ടറെ കണ്ടില്ല? ഡോക്ടറെ കണ്ടില്ല? ഡോക്ടറെ കണ്ടു. ചുമയല്ലേ, ചുമയിൽ മാറാൻ കുറച്ച് സമയം എടുക്കും. കുറച്ച് നമ്മൾ സംസാരിക്കുമ്പോ കുറേ സംസാരിക്കുമ്പോൾ ചുമ വരും. കാര്യങ്ങളുള്ളൂ, വേറെ ചെയ്യുന്നൊന്നുമില്ല. ഒരിക്കലും ചോദിക്കില്ല. വേറെ കുറച്ച് മതി. ഇനി ഇല്ല കേട്ടോ, മെസ്സേജ് അയക്കണ്ട. ഞാൻ ക്ലാസ് എടുത്താണ്. പുതിയ ചാപ്റ്റർ ആണ്, മൊഡ്യൂൾ 4 ചാപ്റ്റർ 6 ആൻഡ് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ചുക്കാപ്പി പിടിക്കുമോ? ചുക്കാപ്പി കുടിക്കണം. നോക്കാം. ഇനിയിപ്പോ 3:30 വരെ ഞാൻ വീട്ടിൽ പോകും. കഴിഞ്ഞു 4 ക്ലാസ് ഉണ്ടായി. കോമ്പൻസേഷൻ ചെയ്ത് മടുക്കും. ഒരു ദിവസം ലീവ് എടുത്തില്ലേ, ഇപ്പൊ ക്ലാസ് ഒക്കെ പോയില്ലേ, എല്ലാം കോമ്പൻസേറ്റ് ചെയ്യണം. അതുകൊണ്ട് 2 ക്ലാസ് കൂടെ എന്നെ എക്സ്പെക്ട് ചെയ്യാട്ടോ, ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അതോടുകൂടി നമ്മൾ ചാപ്റ്റർ ആയി തീരും. ഓക്കെ, മതി. ഇനി ക്ലാസ്സിലേക്ക് പോവാം. മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ചാപ്റ്റർ ഏതാണ്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. അപ്പോ ഇൻട്രൊഡക്ഷൻ നോക്കാം. മീനിങ് ആണ് health administration, healthcare administration, healthcare management or hospital management is the field that is related to leadership, management and administration of public health systems, healthcare systems, hospital and hospital networks in all the primary, secondary and tertiary sectors. എല്ലാവരും മനസ്സിലായോ? എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? എന്താണ് അത് പറയാൻ പറ്റുമോ? അഡ്മിനിസ്ട്രേഷൻ എന്താ? നമുക്ക് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതെല്ലാം എന്താണ്? അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ്. ഓക്കെ, ഹെൽത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ്. ഇത്രയും പേര് നമുക്ക് യൂസ് ചെയ്യാം. നോക്കി കണ്ട് ചെയ്യുന്നത്, ഹോസ്പിറ്റൽ മാനേജ് ചെയ്യുന്നത്, അത്രയും ഉള്ളൂ. അതിനാണ് ഈ പഠിച്ച കാര്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആ ഫീൽഡ് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? ലീഡ് ചെയ്യുക, മാനേജ് ചെയ്യുക, അല്ലെ? എന്തൊക്കെയാ, ആരുടെ കാര്യങ്ങളാണ്? പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെ അല്ലെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുക. അത്രയാണ്. അത് ഹോസ്പിറ്റൽസില് പ്രൈമറി ആയിട്ടും സെക്കൻഡറിയും ടെർട്ടറി ഈ 3 സെക്ടേഴ്സിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നതും ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ഈ 3 സെക്ടേഴ്സിനെ മാനേജ് ചെയ്യുന്നതും ലീഡ് ചെയ്യുന്നതും ഈ പറയുന്ന ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് എന്ന് പറയും. ഓക്കെ, അപ്പോ ഇത് സെക്ടേഴ്സ് ആണ് പ്രൈമറി, സെക്കൻഡറി, ടെർട്ടറി സെക്ടേഴ്സ്. Then healthcare administrators formulate, control and coordinate medical and health service for organizations and business. ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടല്ലോ, അല്ലെ? വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, അഡ്മിനിസ്ട്രേറ്റർ ആയി വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, അവരെന്താ ചെയ്യുന്നത്? അവര് ഫോർമുലേറ്റ് ചെയ്യുക, രൂപപ്പെടുത്തുക, അല്ലെ? ഫോർമുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. എന്ത്? മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്, അല്ലെ? ആ ഓർഗനൈസേഷനിലെ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നതുമായ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സും കൂടിയാണല്ലോ, അല്ലെ? അപ്പോ ഓർഗനൈസേഷന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ആ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹെൽത്ത് സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫോർമുലേറ്റ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. As a healthcare administrator, it manages the benefits of employees as well as creates a connection between benefits and physicians. These requirements needs a broad background in business skills and a specialized knowledge of the healthcare field. അതായത് as a healthcare administrator, healthcare administrator എന്ന നിലയിൽ അവർ മാനേജ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? എംപ്ലോയീസിന്റെ ആനുകൂല്യങ്ങൾ, അല്ലെ? അവരുടെ എംപ്ലോയീസിന്റെ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ എംപ്ലോയീസും ഈ പറയുന്ന ഫിസിഷ്യനുമായുള്ള ഒരു കണക്ഷൻ, അല്ലെ? ഒരു കണക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അതായത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് കൂടുതലും
ഹോസ്പിറ്റലിലെ മിക്ക സ്റ്റാഫ്സ് ആയിട്ടും കൂടെ കുറച്ചുകൂടി കണക്റ്റഡ് ആയിരിക്കുന്നത് അല്ലെ. അതിപ്പോ ആരും അവിടെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ഏതിന് മറ്റ് സ്റ്റാഫ്സ് ആയിക്കോട്ടെ, ആരോടാണെങ്കിലും കുറച്ചുകൂടി കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും മിങ്കിൾ ചെയ്യുന്നതും ആരാണ്? ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓക്കെ. അതുപോലെ എംപ്ലോയീസിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും അവരുടെ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അപ്പോ ദീസ് റിക്വയർമെന്റ്സ് നീഡ് എ ബോർഡ് ബാക്ക്ഗ്രൗണ്ട് ഇൻ ബിസിനസ് കേസ്. അപ്പോ ഈ പറയുന്ന ആവശ്യങ്ങൾ, റിക്വയർമെന്റ്സ് മീൻസ് ആവശ്യങ്ങൾ അല്ലെ, ഈ പറയുന്ന ആവശ്യങ്ങളെല്ലാം ഈ നല്ല അത്യാവശ്യം നല്ലൊരു ബിസിനസ് ഒരു സ്കില്ല് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ. ഇപ്പൊ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നല്ലൊരു ബിസിനസ് സ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഫീൽഡുമായിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓവറോൾ മാനേജ്മെന്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻ മീൻസ് an overall management of an organization or a hospital. Okay, just to വായിച്ചു കേട്ടോ. ഓക്കെ. ഓക്കെ. വായിച്ചോ? ക്ലിയർ ആണോ? Okay. Then the next portion is nature, scope, and significance of health administration. Scope nature, healthcare administration, also often called health administration and medical administration, includes making both daily and long-term decisions that indicates the healthcare system's business strategies. Healthcare administration എന്ന് പറയുന്നത് നമുക്ക് അതിനെ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പറയാൻ പറ്റും. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പറയാൻ പറ്റും. അങ്ങനെ നമ്മൾ വിളിക്കുന്നുണ്ട്. ഓഫോം കോൾഡ് അല്ലെ, പലപ്പോഴും അങ്ങനെ വിളിക്കാം. Then includes ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താ? Making both daily and long-term decisions that indicates the healthcare system's business strategies. ഹെൽത്ത് കെയർ സിസ്റ്റമായി ബന്ധപ്പെട്ട ബിസിനസ് സ്ട്രാറ്റജീസ് ഉണ്ടല്ലോ, കുറച്ച് കാര്യങ്ങൾ. അതായത് ബിസിനസ് ഈ പറയുന്ന ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് എ ബിസിനസ്. എല്ലാവർക്കും അറിയാലോ അല്ലെ, എല്ലാം ബിസിനസ് ആണ്. എല്ലാം ഏതൊരു ഫോമും ബിസിനസ് തന്നെയാണ്. അപ്പോ അതിന് പല രീതിയിലുള്ള ബിസിനസ് സ്ട്രാറ്റജീസ് ഉണ്ടാകും. അതിപ്പോ ഏത് ഫേം ആണെങ്കിലും നമ്മൾ ഒരു ബിസിനസ് സ്ട്രാറ്റജീസിലൂടെയാണ് ആ ഒരു ഫേം ആ ഒരു ഫേമിന് ഗ്രോത്ത് ഉണ്ടാകും. അതുപോലെ തന്നെയാണ്. അപ്പോ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് തന്നെ, ഇപ്പൊ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ എന്താണ്?
ഒരു രണ്ട് കാര്യങ്ങൾ അല്ലെ, മേക്കിംഗ് ബോത്ത് ഡെയിലി ആൻഡ് ലോങ് ടേം ഡിസിഷൻ. ഡെയിലി നടക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, എന്ത് തീരുമാനങ്ങളും എടുക്കുന്നത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ ആണ്. അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ചുള്ള ഡിസ്കസ് ചെയ്യുന്നതും ന്യൂ ഐഡിയാസ് അല്ലെ, ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യുന്നതും പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ബിസിനസ് ആണ്, അവരുടെ ആ ഒരു ഫോം ഗ്രോ ചെയ്യാവുന്നതാണ്. അപ്പൊ ബിസിനസ് സ്ട്രാറ്റജീസ് ആണെന്ന് പറയാം ലൈക്ക് അല്ലെ. അപ്പൊ ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ പ്രാക്ടീസ് which managers, leads, oversees, administrators the operation of dynamics complex healthcare entities including hospitals, long-term care facilities, healthcare systems, nursing homes, pharmacies, and health insurance providers. അതായത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രാക്ടീസ് അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാ ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നുണ്ട് അല്ലെ. മാനേജ്, ലീഡ്, ഓവർസീ മീൻസ് മേലോട്ട് നയിക്കുന്നത്. ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇവരൊക്കെ എന്താണ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്, മേലോട്ട് നയിക്കുന്നത്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എന്തിന്റെ കാര്യങ്ങളാണ്? ഓപ്പറേഷൻ ഓഫ് ഡൈനാമിക്സ് കോംപ്ലക്സ് ഹെൽത്ത് കെയർ എൻറ്റിറ്റീസ്. എൻറ്റിറ്റി മീൻസ് ഓർഗനൈസേഷൻ തന്നെയാണ് കേട്ടോ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ആയ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ലോങ് ടേം കെയർ ഫെസിലിറ്റീസ്, ഹെൽത്ത് കെയർ സിസ്റ്റംസ്, നഴ്സിംഗ് ഹോംസ്, ഫാർമസീസ്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്ന ഈ പറയുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, ഈ ഓർഗനൈസേഷൻസിലെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഡൈനാമിക് ആയ അല്ലെങ്കിൽ കുറച്ചുകൂടെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും ലീഡ് ചെയ്യുന്നതും ഓവർസീ ചെയ്യുന്നതും ആരാണ്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്താണ്? അവര് നമ്മള് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നും മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ വിളിക്കാറുണ്ട്. അവരെന്തൊക്കെയാ ചെയ്യുന്നത്? നമ്മൾക്ക് ഡെയിലി ഓരോ കാര്യങ്ങളുണ്ടല്ലോ അതും, അതുപോലെ തന്നെ ലോങ് ടേം ആയ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നതും ആരാണ്? ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ആൻഡ് അത് ഈ പറയുന്ന ബിസിനസ് സ്ട്രാറ്റജീസ് ആയിരിക്കാം എന്നല്ല, അങ്ങനെ തന്നെയാണ്. പിന്നെന്താണ്? ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ആയ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ലോങ് ടേം കെയർ ഫെസിലിറ്റീസ്, ഹെൽത്ത് കെയർ സിസ്റ്റംസ്, നഴ്സിംഗ് ഹോംസ്, ഫാർമസീസ്, ഇത്രയും ഓർഗനൈസേഷൻസ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും ലീഡ് ചെയ്യുന്നതും ഓവർസീ ചെയ്യുന്നതും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ്, the importance of healthcare administration involves helping a facility operate daily, preparing programs for the public, training new employees, and assisting every patient. അതായത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത് എന്താണ്? ഹെൽപ്പ് ചെയ്യുക അല്ലെ, ഡെയിലി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോഗ്രാംസ് അല്ലെ, പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് പ്രിപ്പയർ ചെയ്യുന്നതും ആരാണ്? ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ ന്യൂ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്നതും പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യുന്നതും ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അതാണ് ഇത് ഇമ്പോർട്ടൻസ്. അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ആര്? ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഡെയിലി അല്ലെ, ഡെയിലി ആ ഫെസിലിറ്റി പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഫേമിലെ എല്ലാ കാര്യങ്ങളും ഡെയിലി ഉള്ള കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ന്യൂ ഐഡിയാസ് ആയിക്കോട്ടെ, എന്തെങ്കിലും പ്രോഗ്രാംസ് ആയിക്കോട്ടെ, പബ്ലിക്കിന് വേണ്ടിയുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് ആയിക്കോട്ടെ, ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ എംപ്ലോയീസ് പുതിയ എംപ്ലോയീസ് വരുമ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. എവറി പേഷ്യൻസ് അല്ലെ, പേഷ്യൻസ് എല്ലാവരും അസിസ്റ്റ് ചെയ്യുക. ഇതെല്ലാം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്ത്? ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ആ ഒരു പോർഷൻ ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയോ? അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടീസ് ആണ് പറയുന്നത്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, ഡിസിഷൻസ് മേക്ക് ചെയ്യുക, ഡെയിലി ഡിസിഷൻസ് ആൻഡ് ലോങ് ടേം ഡിസിഷൻസ് മേക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഓർഗനൈസേഷൻസിന്റെ
എല്ലാ കാര്യങ്ങളും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓർഗനൈസേഷൻസിന്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുക, ഔട്ട്സൈസ് ചെയ്യുക, ലീഡ് ചെയ്യുക. ദെൻ അവർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്നത് എന്താണ്? ഡെയിലി ഹെൽപ്പ് ചെയ്യുക, മീൻസ് ഡെയിലി റൊട്ടീൻസ് അല്ലെ, പുതിയ പുതിയ കാര്യങ്ങൾ ഡെയിലി നടക്കുന്ന കാര്യങ്ങള്, അതുപോലെ തന്നെ ന്യൂ ഐഡിയാസ് ആൻഡ് പ്രോഗ്രാംസ്, പബ്ലിക്കിന് വേണ്ടിയുള്ള പ്രോഗ്രാംസ് എല്ലാം പ്രിപ്പയർ ചെയ്യുക, ആൻഡ് ന്യൂ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുക, ആൻഡ് അസിസ്റ്റ് എവറി പേഷ്യന്റ്. These are the important of healthcare administration duty. Okay, clear or not? Is it clear? Yeah, just to know, I should get out. Okay, Shamir. ഒന്നുമില്ല, അത് ജസ്റ്റ് ഡ്യൂട്ടീസ് ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യുന്ന കുറച്ച് ഡ്യൂട്ടീസിനെ കുറിച്ചാണ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തൊക്കെയാ അവർ ചെയ്യുന്നത്? ഡെയിലി ബേസിസിലുള്ള ഡിസിഷൻസ് ആയിക്കോട്ടെ, ലോങ് ടേം ആയിട്ടുള്ള ഡിസിഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം മേക്ക് ചെയ്യുന്നത് ഈ പറയുന്ന ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ആയ ഹോസ്പിറ്റൽസ്, ലോങ് ടൈം കെയർ ഫെസിലിറ്റീസ്, ഹെൽത്ത് കെയർ സിസ്റ്റംസ്, ഇതെല്ലാം എന്താണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ആണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും ലീഡ് ചെയ്യുന്നതും മേൽനോട്ടം വഹിക്കുന്നതും ആരാണ്? ഈ പറയുന്ന ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി അവർ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി ഓപ്പറേറ്റ് ഡെയിലി. ഡെയിലി ഒരു ഫെസിലിറ്റീസോ അല്ലെങ്കിൽ നമ്മള് അവിടെ പേഷ്യൻസ് ആയിക്കോട്ടെ, കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും എല്ലാ കാര്യങ്ങളും ഡെയിലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവരെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പ്രിപ്പയറിംഗ് പ്രോഗ്രാംസ് ഫോർ പബ്ലിക്കിന് വേണ്ടി പ്രോഗ്രാംസ് പ്രിപ്പയർ ചെയ്യുക, ആൻഡ് ന്യൂ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ തന്നെ പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ക്ലിയർ. അടുത്ത പോയിന്റിലേക്ക് പോകാലോ. Role of hospital administration. Hospital administration role എന്താണ്? Hospital administrators are accountable for organizing and supervising the health service and everyday activities of a hospital or the health care facility. അതായത് അക്കൗണ്ടബിൾ മീൻസ് ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിൾ ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് ഓർഗനൈസ് ചെയ്യുക, അല്ലെ? ഓർഗനൈസ് ചെയ്യുക, അതുപോലെ തന്നെ സൂപ്പർവൈസ് ചെയ്യുക. എന്ത്? ഈ പറയുന്ന ഹെൽത്ത് കെയർ, ഹെൽത്ത് സർവീസും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന എവറിഡേ ആക്ടിവിറ്റീസ്, ഡെയിലി നടക്കുന്ന ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ്? ഓർഗനൈസ് ചെയ്യുന്നത്, സൂപ്പർവൈസ് ചെയ്യുന്നതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓക്കെ, ഹോസ്പിറ്റലിലെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഏത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഹെൽത്തുമായി ബന്ധപ്പെട്ട ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവിടുത്തെ ഡെയിലി നടക്കുന്ന ആക്ടിവിറ്റീസും അതുപോലെ ഹെൽത്ത് സർവീസും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ മാനേജ്മെന്റ് ഓഫ് all the non-clinical function included in operating a healthcare facility, from daily operations to staffing to budgeting and finance to long-term strategic planning to make sure that success of the healthcare provider or system. അതായത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ മാനേജ്മെന്റ് ഓഫ് ഓൾ ദ നോൺ ക്ലിനിക്കൽ, ക്ലിനിക്കലുമായി ബന്ധപ്പെട്ടല്ലാത്ത എല്ലാ
കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. നോൺ ക്ലിനിക്കൽ, ക്ലിനിക്കുമായി ബന്ധമില്ലാത്ത എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ എല്ലാ കാര്യങ്ങളിലെയും മാനേജ്മെന്റ് ആണ് എന്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. അപ്പോൾ നോൺ ക്ലിനിക്കലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, അതായത് ആ ഒരു ഫംഗ്ഷൻ, ആ ഒരു ഫെസിലിറ്റി മീൻസ് അവർ ഉദ്ദേശിക്കുന്ന ഓർഗനൈസേഷൻ തന്നെയാണ് കേട്ടോ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ചെയ്യുക, കൊണ്ട് നടക്കണം അല്ലെ, കറക്റ്റ് ആയിട്ട്. ഫ്രം ഡെയിലി ഓപ്പറേഷൻസ് ടു സ്റ്റാഫിംഗ് ടു ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻസ് ടു ലോങ് ടേം സ്ട്രാറ്റജിക് പ്ലാൻ. ഡെയിലി ഓപ്പറേഷൻസ്, ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെ, എവറിഡേ ആക്ടിവിറ്റീസ് ഓപ്പറേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ചെയ്യുക. സ്റ്റാഫിംഗ്, നമുക്ക് സ്റ്റാഫിനെ സെലക്ട് ചെയ്യണമല്ലോ അല്ലെ, സ്റ്റാഫിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്, അവിടെ നടക്കുന്ന കാര്യങ്ങളും അതിന്റെ ബഡ്ജറ്റ്, അതിനെ കുറിച്ചും നടക്കുന്ന കാര്യങ്ങളൊക്കെ വേണമല്ലോ. സോ ബഡ്ജറ്റിംഗ് ചെയ്യണം. അതുപോലെ ഫിനാൻസിന്റെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ മാനേജ് ചെയ്യണം എന്ന് പറയണം. അത് ലോങ് ടേം സ്ട്രാറ്റജിക് പ്ലാനിങ്, ഇനി നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള കുറച്ച് പ്ലാനിങ് ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണം. ടു മേക്ക് ഷുവർ ദ സക്സസ് ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ സിസ്റ്റം. എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്? ആ പറയുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ആ ഒരു സക്സസിന് വേണ്ടിയിട്ടാണ് അല്ലെ. സക്സസിന് വേണ്ടി നമ്മൾ ഉറപ്പുവരുത്തുക ഇതെല്ലാം കാര്യങ്ങൾ ഓക്കെയാണ്, ഇതെല്ലാം മാനേജ് ചെയ്യേണ്ടതും ഓക്കെ ആക്കേണ്ടതും ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ക്ലിയർ ആയോ? അതായത് നോൺ ക്ലിനിക്കലായ കാര്യങ്ങളാണ് കേട്ടോ, ക്ലിനിക്കൽ പരമായ കാര്യങ്ങളല്ല. നോൺ ക്ലിനിക്കലായ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും എല്ലാം ആരാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ഇനി ഞാൻ വായിക്കുമ്പോ മനസ്സിലാവുന്നുണ്ടോ നോക്കണം കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് റോൾ? എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ റോൾ? എന്താണ് ഹെൽത്ത് സർവീസിന്റെ ഇപ്പൊ പറയുന്ന ഹെൽത്ത് സർവീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ എവറിഡേ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ അഡ്മിനിസ്ട്രേഷൻ അല്ലെ, നോൺ ക്ലിനിക്കൽ കാര്യങ്ങൾ, നോൺ ക്ലിനിക്കൽ പരമായ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്.
അതിപ്പോ ഡെയിലി ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, സ്റ്റാഫിംഗ് ആയിക്കോട്ടെ, ബഡ്ജറ്റിംഗ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങളായിക്കോട്ടെ, ലോങ് ടൈം സ്ട്രാറ്റജിക് പ്ലാനിങ്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലെ പ്ലാൻ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആരാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ടു ഫോർ ദി ടൈപ്സ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ ഒരു സക്സസിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ്സിലുണ്ടോ എല്ലാവരും? ഉറങ്ങിയോ? അല്ലെങ്കിൽ പോയോ? ബോറടിക്കുന്നുണ്ടോ? ഇല്ല, ബോറിംഗ് ഒന്നുമില്ല. ഉറക്കം വന്നോ? സത്യം പറയൂ, ഉറക്കം വന്നോ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് ബോറടിക്കുന്നുണ്ട്. 4ാമത്തെ ക്ലാസ് ആണിത്. അതിന്റെ ഒരു റിമോട്ട് ഉണ്ട്. കണ്ടിന്യൂസ്ലി ക്ലാസ് ഉണ്ടാകും. 7:30 സ്റ്റാർട്ട് ചെയ്താണ് 3:30 വരെയുണ്ട്. അതിൽ 12:30 to 1:30 വരെയും ലഞ്ച് ടൈമാണ്. ഓക്കെ, ചെറുതായിട്ട് ബോറടിക്കുന്നുണ്ടല്ലേ? പിന്നെന്താ? അപ്പൊ എന്താ ചെയ്യാ? ബോറടിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നേ? അപ്പൊ റെസ്റ്റ് എടുക്കുക മിസ്. റെസ്റ്റ് എടുക്കുക അല്ലെ? ബോറടിക്കുമ്പോ നമ്മൾ റെസ്റ്റ് എടുക്കും, അങ്ങനെയാണോ? പോയോ എല്ലാവരും? പോയി? ഉറങ്ങിപ്പോയി? ഇല്ല മിസ്സേ, ഇവിടെ ഉണ്ട്. പിന്നെന്താ മിണ്ടാത്തെ? ബോറടിച്ചു അല്ലേ? നിങ്ങൾ ശരിക്കും 1 മണിക്കൂർ ക്ലാസ് കേൾക്കില്ലേ? അല്ലേ? കറക്റ്റ് ഒരു 1 hour ആയിട്ടില്ലേ ക്ലാസ് എടുക്കാം? ആണോ? മിസ് ഒരു പാട്ട് പാടാൻ പറ്റിയ സമയമാണ്. വൺ അവർ ക്ലാസ്. സമ്മതികളുണ്ട് നിങ്ങളെ, സമ്മതിച്ചു. ചുമ്മാ പാടാനോ? ഞാൻ ഈ ക്ലാസ്സിൽ പാട്ട് പാടിയില്ലേ? പാടിയിട്ടുണ്ടല്ലോ. അതെ, ഒരു സൗണ്ട് സെറ്റ് ആവട്ടെ. അതെ, സെറ്റ് ആവട്ടെ. പാടിയിട്ടുണ്ട്. ആ ഒരു പാട്ട് മാത്രമേ എനിക്ക് സ്റ്റോക്ക് ഉള്ളൂ, വേറെ പാട്ടൊന്നുമില്ല. പാടിയിട്ടില്ല, എനിക്ക് ഞാൻ പാടിയായിരുന്നു. നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പോരി, വേറെ ആരും വേണ്ട എനിക്ക്. നിങ്ങൾ മാത്രം മതി, ധാരാളമാണ്. ഈ ഒരു സ്പീച്ചുകളാണ്. ഈ ഒരു പാരഗ്രാഫ്, ഈ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞങ്ങൾക്ക് അത് തന്നെ മതി. പാടാണെങ്കിൽ ശരിയാകും. പലതും തോന്നുന്നു. പാട്ടൊക്കെ പഠിച്ചിട്ട് വരാം. പാട്ടൊക്കെ പഠിച്ചിട്ട് വേണം. പിന്നെന്താ? എന്തെങ്കിലും പറയുന്നുണ്ടോ? ഈ ഒരു പാരഗ്രാഫ് എടുക്കട്ടെ ഞാൻ, എന്നിട്ട് വർത്താനം പറയാം. ഓക്കെ, ഒരു പേജെങ്കിലും ഒരു പേജ് തീർന്നെന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മളൊന്ന് കണ്ടിന്യൂ കേട്ടോ. വാട്ട് ഈസ് ദ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? വാട്ട് ഈസ് ദ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? അഡ്മിനിസ്ട്രേറ്റർ എന്താണ്? ഓക്കെ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ബിഹൈൻഡ് ദ കർട്ടൻ to make extensive decisions for the healthcare facility or institutions. ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഒരാൾക്ക് മാത്രം, ബാക്കി ആൾക്കില്ല. ഞാൻ വായിക്കുന്നത് മാത്രം ശ്രദ്ധിച്ചു നോക്കി. നമ്മൾ വായിക്കുന്ന രീതിയിലുണ്ട് വ്യത്യാസം. നമ്മൾ വായിക്കുന്ന രീതി കറക്റ്റ് ആണെങ്കിൽ അത് നമുക്ക് മീനിങ് മനസ്സിലാക്കാൻ പറ്റും എന്നാ പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചോട്ടെ, മനസ്സിലാക്കാൻ പറ്റുന്നോ നോക്കണേ. ഞാനിപ്പോ മീനിങ് പറയില്ല, മനസ്സിലാവുന്നുണ്ടോ നോക്കട്ടെ. ബ്രീഫ് ആയിട്ട് ആരും പറയാൻ പറ്റുന്നോ കേട്ടോ? ശ്രദ്ധിച്ചിരിക്കും. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ബിഹൈൻഡ് ദ കർട്ടൻ ടു മേക്ക് extensive decisions for the healthcare facility or institutions. Now, they directly handle policy and budgets to generate better patient experiences and ensure the safety of guests and staff. Healthcare administrators have true knowledge of the regulatory framework in patient care. Their responsibilities are
completely different from the responsibilities of a doctor or physician. While physicians handle patients directly, healthcare administrators supervise the facility itself and usually have a bachelor's degree or master's degree in healthcare administration. മനസ്സിലായോ? എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. മനസ്സിലായില്ല? അതായത് ഇവര് പുറകിലാണ് പ്രവർത്തിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഹെൽത്ത് ആണ്, ബിഹൈൻഡ് കണ്ടന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരാണ്. തീരുമാനങ്ങൾ എടുക്കാനാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനെയും കുറച്ചുകൂടെ സക്സസ് എത്തിക്കാൻ വേണ്ടിയുള്ള നല്ല നല്ല കാര്യങ്ങൾ അല്ലെ, സെൻസിറ്റീവ് ഡിസിഷൻ, വിപുലമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ബിഹൈൻഡ് ദ കർട്ടനിൽ വർക്ക് ചെയ്യുന്നവരാണ് ആര്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്ട്ലി ഹാൻഡിലിംഗ് പോളിസി. അവര് ഡയറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന എന്താണ്? പോളിസീസ്, അതുപോലെ ബഡ്ജറ്റ്, ഇതൊക്കെയാണ് അവർ ഡയറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? ബെറ്റർ പേഷ്യൻ എക്സ്പീരിയൻസ് അല്ലെ, പേഷ്യൻസ് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുക്കാനും അവരുടെ സേഫ്റ്റി അല്ലെ, സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പേഷ്യൻസിന്റെ ആയിക്കോട്ടെ, ഗസ്റ്റിന്റെ ആയിക്കോട്ടെ, സ്റ്റാഫിന്റെ ആയിക്കോട്ടെ, ഒരു സേഫ്റ്റി ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ അവർക്ക് ബെറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഡയറക്റ്റ് ആയിട്ട് അവരുടെ പോളിസീസും ഈ പറയുന്ന ബഡ്ജറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, hospital administrators have thorough knowledge of the regulatory framework in patient care. Patient care നെ കുറിച്ചുള്ള ഒരു ഏകദേശം അത്യാവശ്യം നല്ല രീതിയിലുള്ള നോളജ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഉണ്ട്. ഓക്കെ, പേഷ്യന്റ് കെയർ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, അതായത് പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ളൊരു നല്ലൊരു ധാരണ അല്ലെ, അത്യാവശ്യം നല്ലൊരു അറിവ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഉണ്ടാവണം എന്നാണ്. ഓക്കെ, ദെൻ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിഷ്യൻസ് അവരുമായിട്ട് ഡിഫറെന്റ് ആയി, അതായത് ഇപ്പോ ഈ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ഫിസിഷ്യൻ ആയിക്കോട്ടെ, പേഷ്യൻസിനെ ഡയറക്റ്റ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? അവര് സൂപ്പർവൈസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ, അവർ സ്വന്തമായിട്ട് സൂപ്പർവൈസ് ചെയ്യണം, അവരെ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പോലെ അവർ സൂപ്പർവൈസ് ചെയ്യണം. ഡോക്ടേഴ്സ് ഡയറക്റ്റ്ലി അവരെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ബിഹൈൻഡ് ദ കർട്ടൻ ആണ് അവരെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് യൂഷ്വലി ഹാവ് പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഒന്നല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രിയോ വേണം. എന്തിലോ? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഇതാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഒന്ന് വായിച്ചു നോക്കിയാലും
ഓക്കെ, വായിച്ചോ? ക്ലിയർ ആണോ? പോയോ? കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങളോട്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ? ചോദിക്കട്ടെ, ആൻസർ പറയണം. ആൻസർ പറയാത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ആൻസർ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. ആൻസറിനോട് പറയുന്നു. ഓക്കെ അല്ലേ? ഇപ്പോ നമ്മൾ പഠിച്ച ചാപ്റ്റർ ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന് ഒരുപാട് പേരുകൾ പറയാം അല്ലെ. ഒരുപാട് പേരുകൾ ഉണ്ടല്ലോ, ഉണ്ട്. ഓർമ്മ വരുന്നുണ്ടോ? പേരെന്തൊക്കെയാണെന്ന് ഓർമ്മ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ടെക്സ്റ്റിൽ ആ ഒരു സെന്റൻസിൽ ഓർമ്മ വരുന്നുണ്ടോ? ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. different kinds of names of health administration. Okay, and the second one is the ഏതൊക്കെ സെക്ടേഴ്സ് ആണ് അവരെ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് ഓർഗനൈസേഷൻ ഏതൊക്കെ സെക്ടേഴ്സ് ആണ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് മാനേജ് ചെയ്യുന്നത്? ഏതൊക്കെ സെക്ടേഴ്സ് ആണ്? 3 സെക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ സെക്ടേഴ്സ് ആണ് അവർ മാനേജ് ചെയ്യുന്നത്? Yeah, okay. Then ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ അല്ലെ. അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സ്? എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഡെയിലി ആക്ടിവിറ്റീസ്, ഡിസിഷൻസ്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ഇൻവോൾവ് ചെയ്യുന്ന എന്ത് കാര്യത്തിലാണ്? ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് കൂടുതലും മലകളൊക്കെ ഉള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് ഇൻവോൾവ് ചെയ്യുന്ന എന്തിനാണ്? ഹെൽത്തിങ് ഫെസിലിറ്റി ഓപ്പറേറ്റ് ഡെയിലി അല്ലെ. അവരെ ഡെയിലി ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും പിന്നെ എന്താണ്? പ്രിപ്പയർ ചെയ്യുക അല്ലെ. പബ്ലിക്കിന് വേണ്ടി പ്രോഗ്രാംസ് പ്രിപ്പയർ ചെയ്യുക അല്ലെ. ട്രെയിൻ ചെയ്യുക, അതൊക്കെയാണ് അല്ലെ. ദെൻ അവരുടെ റോൾ എന്താണ്? What is the role of administrators? Administrators റോൾ എന്തൊക്കെയാണ്? അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഓർഗനൈസ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക അല്ലെ. അവര് കൂടുതലും ഹാൻഡിൽ ചെയ്യുന്നത് ഏത് മാനേജ്മെന്റ് ആണ്? അവരെ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത് ഏത് മാനേജ്മെന്റ് ആണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഏത് കൈൻഡ് ഓഫ് മാനേജ്മെന്റ് ആണ് അവര് കൂടുതൽ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത്? ക്ലിനിക്കൽ ആണോ, നോൺ ക്ലിനിക്കൽ ആണോ? അങ്ങനെയൊക്കെ അല്ലെ. ക്ലിയർ ആണ്, മനസ്സിലായി. ഇനി എന്താണ് വാട്ട് ഈസ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? അഡ്മിനിസ്ട്രേറ്റർ എന്താണ്? വാട്ട് ഈസ് എന്താണ് ശരിക്കും ഒരു വർക്ക്? എന്താണ് എന്താണ് ചെയ്യുന്നത്? അവരുടെ ഡ്യൂട്ടീസ് എന്താണ്? റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? ക്വാളിഫിക്കേഷൻസ് എന്താണ്? എന്തെല്ലാം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്? അവര് ഫിസിഷ്യൻസും അല്ലെങ്കിൽ ഡോക്ടേഴ്സുമായിട്ടുള്ള ഡിഫറൻസ് എന്താണ്? ആ റെസ്പോൺസിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറൻസ് എന്തൊക്കെയാണ്? ഓക്കെ, ഈ ഞാൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? ടെക്സ്റ്റ് എങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഏത് സെന്റൻസിലാണ് ഈ ടെക്സ്റ്റ് ഏത് ഭാഗത്താണ് ഇതുള്ളത് ഓർക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഷുവർ ആണോ? പഠിച്ചു നോക്കോ? തെറ്റാണപ്പോ? എങ്ങനെയാ പഠിച്ചാൽ മതി? എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചില്ലേ? ഇപ്പോ പഠിച്ചാണ് നമ്മൾ പോയത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും മതി. ഇനി പഠിക്കണം. സിമ്പിൾ അല്ലേ? പിന്നെ വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ ആൻഡ് സിമ്പിൾ ആണ്. പിന്നെന്താ പറയൂ? പിന്നെന്തെങ്കിലും വിശേഷം എന്തെങ്കിലും പറയാനുണ്ടോ? ക്ലാസ് ഓക്കെ ആണോ നിങ്ങൾക്ക്? സത്യം പറയും. നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയണം. ഇത് ക്ലാസ് എങ്ങനെയുണ്ട്? ഓവറോൾ എന്റെ ക്ലാസ് എങ്ങനെയുണ്ട്?
നെഗറ്റീവ്സും പറയാം കേട്ടോ. നമുക്കത് ഇംപ്രൂവ് ചെയ്യാലോ, അതിനു വേണ്ടി ചോദിക്കുന്നത്. മിസ്സിന് എന്താ തോന്നി എന്നോട് ചോദിച്ചിട്ടു, ഇത് കഷ്ടമാണ് നോക്കി. ഞാൻ അങ്ങനെ ചോദിച്ചപ്പോ എന്നോട് തിരിച്ച് ഇങ്ങോട്ട് ചോദിച്ചു. ചിന്തിട്ട് പിള്ളേരാ നോക്കി. നമ്മള് എത്ര എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞാലും എത്ര എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞാലും ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും പോരായ്മകൾ വരും. അത് ചിലപ്പോൾ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കായിരിക്കും മനസ്സിലാകാം. അത് എന്താണെങ്കിലും ഒന്ന് പറഞ്ഞാല് ചിലപ്പോൾ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നല്ലതല്ലേ അത്? നല്ലതാണ് അങ്ങനെ. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലാതെ, ഞാൻ ഒട്ടും പെർഫെക്റ്റ് അല്ല. ചിലപ്പോൾ ഇനിയും കുറച്ച് ബെറ്റർ ആക്കാനോ നമുക്ക്, അല്ലെ? ബെറ്റർ ആക്കണം. അല്ലാതെ ഇങ്ങനെയല്ല ചിലപ്പോൾ വേറെ ഇതിന് ക്ലാസ് എടുക്കാം, പല രീതിയിൽ ക്ലാസ് എടുക്കാം. ഞാൻ ഓരോ ദിവസം പല രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. പഴയതുപോലെയൊന്നല്ല, മാറിക്കൊണ്ടിരിക്കും. അതെ, ആ സ്പീഡ് ഇപ്പോഴും ഉണ്ട്. എനിക്ക് ഇപ്പോഴും സ്പീഡ് ഉണ്ട്. കാരണം എന്താണെന്ന് അറിയാം, നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് തുടങ്ങി. അതാണ് സത്യം. എന്റെ ആ ഒരു പ്രൊണൗൺസിയേഷനിലും അല്ലെങ്കിൽ എന്റെ ആ ഒരു ഫ്ലോയിലും നിങ്ങൾ വന്നു. ഞാനിപ്പോ എത്ര സ്പീഡിൽ വായിച്ചാൽ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. കേട്ട് നിങ്ങൾ പഠിച്ചത്. അല്ലാതെ ഞാൻ സ്ലോ ആയതല്ല, ഞാൻ സ്ലോ ആകല്ല. നമ്മൾ വായിക്കേണ്ടത് ഇങ്ങനെയാട്ടോ. നമ്മൾ വായിക്കണം, വായിച്ച് നമ്മൾ സെറ്റ് ആകും. ഓക്കെ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഞാൻ പറയണ്ടല്ലോ അല്ലെ. വന്ദന മിസ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ആരുടെ കുഞ്ഞശ്രുതി എന്ന് പറഞ്ഞേ? കുഞ്ഞശ്രുതിയാണോ? നിങ്ങൾ അങ്ങനെയൊക്കെ എനിക്ക് പേരിട്ടുണ്ടല്ലേ, കുഞ്ഞശ്രുതി മിസ് എന്നേക്ക്. ഇവിടെ എന്നെ ഇംഗ്ലീഷ് അശ്വതി എന്നാ പറയാ. എന്തോ ഉള്ളതല്ലേ പറഞ്ഞു. ഞാൻ കുഞ്ഞാന്ന് എങ്ങനെ മനസ്സിലായി? കാണുമ്പോ മനസ്സിലായി. എന്താ അറിയാതെ മിസ്സേ, ഞാൻ കുഞ്ഞശ്വതി മിസ് എന്ന് പറഞ്ഞു. പക്ഷെ കുഞ്ഞശ്വതി മിസ് മറ്റേ തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഈ മിസ്സിനെ ഉദ്ദേശിച്ചത്. ആണോ? കൊള്ളാം, എനിക്ക് ഇഷ്ടമായി, വളരെയധികം ഇഷ്ടം. ഓക്കെ, അപ്പൊ ഒന്നുമില്ല. വേറെ എന്തോ പറയാൻ മറന്നു. ഉള്ളു പഠിക്കും. പിന്നെ പത്തി പോവാ. ഇംഗ്ലീഷ്, അതാണ് ഞാൻ ബാക്കിയെല്ലാം ഞാൻ ഇംഗ്ലീഷാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് അശ്വതി എന്ന് പേര്. ഓക്കെ, ഇംഗ്ലീഷ് നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യും കേട്ടോ. നമ്മൾ വായിക്കുമ്പോ ഒരു ഫ്ലോയിൽ നിങ്ങൾക്ക് വായിക്കാൻ പഠിക്കും. കേൾക്കുന്നവരെ കാണുന്നവരും കളിയാക്കുമെങ്കിൽ അത് മൈൻഡ് ചെയ്യണ്ട, പയ്യെ ഓക്കെ ആവും. ഓക്കെ, ഒരു മെത്തേഡ് ഫോളോ ചെയ്യണേ. പ്രൊണൗൺസിയേഷനും ഒന്ന് പയ്യെ മാറ്റി പഠിക്കാം. നല്ല രസമായിരിക്കുള്ളൂ. ഇപ്പൊ ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ എത്രയോ പേര് നിങ്ങൾ നോട്ട് ചെയ്തു അല്ലെ? എന്റെ വായിക്കുന്ന സ്റ്റൈൽ ആണെങ്കിൽ നോട്ട് ചെയ്തോ നിങ്ങൾ? ആ നോട്ട് ചെയ്ത് നിങ്ങൾ എന്നെ കളിയാക്കാൻ വേണ്ടിയാണോ? ആണോ? കളിയാക്കിയാണോ? കളിയാക്കി പറഞ്ഞാണോ? അല്ല, അത്രയേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളെ കളിയാക്കിയായിരിക്കില്ല പറയാ, സൂപ്പറായിട്ട് വായിക്കുന്നില്ലല്ലോ എന്ന് പറയും. അത് ഇംഗ്ലീഷ് അങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഞാൻ ഇംഗ്ലീഷ് ടീച്ചറും കൂടിയല്ലേ, കുറച്ചൊരു ഇംഗ്ലീഷിനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറഞ്ഞുതരാം സമയം ഉണ്ടെങ്കിൽ. ഓക്കെ, ശരി. അപ്പോ ഞാൻ നിങ്ങളുടെ കിങ്ങിക്കോട്ടെ പോവാലോ അല്ലേ? നമുക്ക് ഇനി കാണാം. അപ്പോ നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. എന്തോ കേട്ടില്ല. നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. സൗണ്ട് ഒക്കെ ക്ലിയർ ആക്കിയിരുന്നു. പാട്ട് പാടാം. താങ്ക് യു മാം. ഓക്കെ. അപ്പൊ ശരി, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.